ഗോയ്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് S24 FEയുടെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ദിസ് ഈസ് ദ ന്യൂ സാംസങ് ഗാലക്സി S24 FE. ബോക്സിനുള്ളിൽ മെയിൻ യൂണിറ്റ്, അതിൻ്റെ ബുക്കും പേപ്പറുകളും, അതിൻ്റെ ചാർജിങ് കേബിൾസ് ആൻഡ് സിം ട്രേ കുത്തി തുറക്കാനൊരു കമ്പി കഷ്ണം. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ബോക്സിൽ വരുന്ന സംഭവങ്ങൾ. നമുക്കതൊക്കെ മാറ്റി വെക്കാം. ലുക്ക് വൈസ് നമ്മുടെ സാധാരണ കണ്ടുവരുന്ന A55 A35 പോലെ തന്നെയുള്ള ഒരു സെയിം ഡിസൈനാണ്. ക്യാമറ അലൈൻമെൻറ്റ്സും ഡിസൈനും എല്ലാം കൊടുത്തിരിക്കുന്നത് സെയിം A55 സെയിം ഡിസൈനാണ്. പിന്നെ ഇതിൻ്റെ സ്പെക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അലുമിനിയം ബോഡിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പവർ ഓൺ ഓഫ് ബട്ടൺ, റൈറ്റ് സൈഡിൽ ഇതിൻ്റെ മേലിലായിട്ട് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ, മേളിൽ സിം ട്രേ കൊടുത്തിട്ടുണ്ട്, താഴെയായിട്ട് ടൈപ്പ് C, പിന്നെ ഇവിടെയായിട്ടൊരു സ്പീക്കർ ഗ്രില്ല്. പിന്നെ പുറത്തേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ 3 ക്യാമറ അടുക്കി വെച്ചിരിക്കുന്നു, ഒരു ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ലുക്ക് വൈസ് വരുന്ന കാര്യങ്ങൾ. ഇതിൻ്റെ ഡിസ്പ്ലേ വന്നിട്ട് 6.7 ഇഞ്ചിൻ്റെ ഡൈനമിക് അമോലെഡ് 2Xൻ്റെ 120 Hz റിഫ്രഷ് റേറ്റോട് കൂടിയ 1900 പീക്ക് ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. വെയിറ്റ് 213 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അലുമിനിയം ബോഡിയാണ്. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഒരു ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷനാണ് ഫ്രണ്ടും ബാക്കിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ എയുടെ നമ്മുടെ അൽക്കുലത്ത് പരിപാടികളെല്ലാം ഇതിൽ സപ്പോർട്ടഡ് ആണ്. സോ ഇതിൽ Android 14 ആണ് വരുന്നത്. One UI 6.1 ആണ് ഇതിൽ കിട്ടുന്നത്. ഇതിൻ്റെ ചിപ്പ് സെറ്റ് വന്നിട്ട് സ്നാപ്ഡ്രാഗൺ അല്ല, ഗൂയിസ് എക്സിനോസ് ആണ്. എക്സിനോസിൻ്റെ 2400E4NMൻ്റെ ചിപ്പ് സെറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ അല്ല, ഇതിൻ്റെ എക്സിനോസിൻ്റെ ചിപ്പ് സെറ്റാണ്. സോ എന്തായാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ എക്സിനോസും സ്നാപ്ഡ്രാഗണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ സ്നാപ്ഡ്രാഗണാണ്. മറ്റ് പെർഫോമൻസ് ലെവലിലൊന്നും കുഴപ്പമില്ല, കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ലാഗൊന്നും തോന്നുന്നില്ല. ഡിസ്പ്ലേയിൽ റെസ്പോൺസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അത്യാവശ്യം 120 Hzൻ്റെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള റെസ്പോൺസീവ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. മെമ്മറി കാർഡ് ഇടാൻ പറ്റുള്ള ഗോയ്സ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറേജുകൾ വരികയാണെന്നുണ്ടെങ്കിൽ 128GB 8GB റാമും 256GB 8GB റാമും അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോറേജ് അവൈലബിൾ ആയിട്ട് വരുന്നത്. പിന്നെ ഇതിലെ മേജർ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ക്യാമറയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ ട്രിപ്പിൾ ക്യാമറ കൊടുത്തിട്ടുണ്ട്. A55 പോലെ തന്നെ സെയിം ക്യാമറ അറേഞ്ച്മെൻറ്റ്സ്. 50MB ഒരു വൈഡ് ആംഗിൾ ക്യാമറ, അതിൽ f1.8 അപ്പർച്ചർ, അത്യാവശ്യം നൈറ്റ് ഫോട്ടോസ്, ലോ ലൈറ്റ് ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. 8MB ടെലിഫോട്ടോ ക്യാമറ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന 8MB ടെലിഫോട്ടോ ക്യാമറയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് 12MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ. അങ്ങനെ 3 ക്യാമറ സെറ്റപ്പ് 5812 മൂന്ന് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. LED ഫ്ലാഷ് ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഒരു 5 ഹോൾ ക്യാമറ കൊടുത്തിട്ടുള്ളത്. 10MB ഒരു 2.4 അപ്പർച്ചറോട് കൂടിയ ഒരു സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സെൽഫി ക്യാം. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ വൈഡ്, അത്യാവശ്യം നോർമൽ രീതിയിലുള്ള വൈഡ് ആംഗിൾ കിട്ടുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് ഗോയ്സ്, AI സപ്പോർട്ടഡ്. നമ്മുടെ സാധാരണ One UI 6.1 കിട്ടുന്ന എല്ലാ AI ഫീച്ചേഴ്സും ഇതിലും കിട്ടുന്നുണ്ട്. നമ്മുടെ മറ്റേ ഫ്ലിപ്പിലൊക്കെ കണ്ടിട്ടില്ലേ, Flip 6 മറ്റേ ഡ്രോയിങ് സംഭവങ്ങളൊക്കെ ഡ്രോയിങ് ചെയ്തിട്ട് ഇങ്ങനെ ജനറേറ്റ് കൊടുക്കുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ഡ്രോയിങ്ങിൻ്റെ AI ഡ്രോയിങ്, പിന്നെ AI വാൾപേപ്പേഴ്സ്, അതുപോലെ തന്നെ മറ്റേ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരെയൊക്കെ മായ്ച്ച് കളയുന്ന പരിപാടി, ഇങ്ങനെയുള്ള പരിപാടികൾ അതൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. എല്ലാ AI ഫീച്ചേഴ്സും ഇതിൽ കിട്ടുന്നുണ്ട്, സപ്പോർട്ടഡ് ആണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നോർമൽ രീതിയിലുള്ള ബേസ് കിട്ടുന്നുണ്ട്. NFC സപ്പോർട്ടഡ് ആണ്. നമ്മളുടെ മറ്റേ ടാപ്പ് ആൻഡ് പേ അങ്ങനെയുള്ള പരിപാടികളൊക്കെ സപ്പോർട്ടഡ് ആണ്. സാംസങ് പേ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. മറ്റേ കാർഡൊക്കെ ആഡ് ചെയ്തിട്ട് പേയ്മെൻറ്റ് വരുന്നില്ലേ, ആ പരിപാടികളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ബാറ്ററി വന്നിട്ട് 4700 mAhൻ്റെ ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 25 വാട്ട്സിൻ്റെ വയേർഡ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. വയർലെസ് ചാർജിങ് ആകുമ്പോഴത്തേക്കും 15 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. ഇതിൽ 22 അൾട്രയെ സംബന്ധിച്ചിടത്തോളം ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്ക് അത്യാവശ്യം നോർമൽ രീതിയിലുള്ള ഒരു ഇൻഹാൻഡ് ഫീല്, കയ്യിലൊതുങ്ങുന്ന ഒരു സെറ്റാണ്. പിന്നെ വളരെ തിക്കാണ്, 8mm തിക്നെസ്സേ ഉള്ളൂ ഇതിൽ വരുന്നത്. പിന്നെ അലുമിനിയം ബോഡിയാണ്, പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട്. ബാക്ക് സൈഡിലും ഫ്രണ്ടിലും ഗ്ലാസ് തന്നെയാണ് പ്രൊട്ടക്ഷൻ. മേജറായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ AI ഫീച്ചേഴ്സ്, പിന്നെ ക്യാമറ 50MB, ഇതൊക്കെയാണ് സംഭവങ്ങൾ മെയിനായിട്ട് പറയുന്നത്. അത് കോമൺ ആയിട്ടുള്ള ഈ പറയുന്ന A സീരീസും ഇപ്പോൾ സാംസങ്ങിൻ്റെ One UI 6.1 അപ്ഡേഷനിൽ എല്ലാ AI ഫീച്ചേഴ്സും കുറേ ഫോണുകളിൽ കിട്ടാൻ പോകുന്നുണ്ട്, കിട്ടിത്തുടങ്ങി.
സോ ഇതൊക്കെയാണ് ഇതിൻ്റെ മേജറായിട്ടുള്ള ഫീച്ചേഴ്സ്. ബ്ലൂ ഉണ്ട്, ഗ്രാഫൈറ്റ്, ഗ്രേ, മിൻറ്റ്, പിന്നെ ഒരു മഞ്ഞ കളർ, ഇങ്ങനെയുള്ള കളർ വേരിയൻസിലാണ് ഇത് വരുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു അത്യാവശ്യം നോർമൽ യൂസേജിനുള്ള ഒരു മിഡ് റേഞ്ച് ഫോൺ, ഒരു 55-60 റേഞ്ചിൽ നിൽക്കുന്ന ഒരു മിഡ് റേഞ്ച് ഫോൺ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. പിന്നെ S23 ഉണ്ട്, അത് ഈ ഫ്ലിപ്കാർട്ടിലൊക്കെ സെല്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ സ്നാപ്ഡ്രാഗൺ ആണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ അതായിരിക്കാം. പക്ഷേ നോർമൽ രീതിയിലുള്ള അത്യാവശ്യം AI ഫീച്ചേഴ്സും അത്യാവശ്യം മെറ്റൽ ബോഡി, പിന്നെ ട്രിപ്പിൾ ക്യാമറ, നോർമൽ ഡീസൻറ്റ് ക്യാമറ, ഫോട്ടോഗ്രാഫി, ലോ ലൈറ്റ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും S24 FE. പക്ഷേ ഇവർക്കിത് സ്നാപ്ഡ്രാഗണിൽ ഇറക്കാമായിരുന്നു ഗൈസ്. സ്നാപ്ഡ്രാഗണിൽ ഇറക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി പൊളിച്ചേനെ. പിന്നെ മാത്രമല്ല ഗൈസ്, ഇതിൽ ഫിംഗർ പ്രിൻറ്റ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ഒക്കെ വരുന്നുണ്ട്. ഇതിൽ ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ്. പിന്നെ ടൈപ്പ് സി ചാർജിങ് കേബിളാണ്, ടൈപ്പ് സി സപ്പോർട്ടഡ് ആണ്, ചാർജിങ് സപ്പോർട്ടഡ് ആണ്. വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. അടിപൊളി ഒരു ഡിസ്പ്ലേ. ഇതൊക്കെയാണ് ഇതിൻ്റെ മേജർ ഫീച്ചേഴ്സ്. പിന്നെ ക്യാമറ, ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ ഇതിൽ സ്നാപ്ഡ്രാഗൺ കൊടുക്കാമായിരുന്നു. പിന്നെ ഒരു 5000 mAh ബാറ്ററി, ഈ രണ്ടും കൊടുക്കാമായിരുന്നു അറ്റ്ലീസ്റ്റ്. അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴത്തുനിന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻസ്. പിന്നെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ലുക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ചിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 128 GB-ക്ക് 59,999 പ്ലസ് ഓഫേഴ്സ് റിഡക്ഷൻസ് ഉണ്ടാവും. 256 GB-ക്ക് 65,999. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ.